ഞാൻ ബഡ് സ്കൂളിലെ അധ്യാപികയാണ്. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാട്ടുപോത്തുകൾ കുറച്ച് ശല്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവിടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ അതൊരു ഭയത്തിന് കാരണമാകുന്നുണ്ട്. കാരണം ഈ കാട്ടുപോത്ത് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം അതിനെന്താണ് വേണ്ടുന്ന നടപടി എന്ന് വെച്ചാൽ അധികാരികൾ അത് ചെയ്യണമെന്നുള്ള താല്പര്യപ്പെടുവാണ് നമ്മൾ. എന്താണ് അതിന് വേണ്ടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നടപടികൾ ചെയ്യണം. നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കുളത്തൂപ്പുഴയിലെ ജനങ്ങൾ ദൈനംദിനം അനുഭവിക്കുന്ന ഒരു ദുരിത കാഴ്ചയാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെയാണ് വനത്തിൽ നിന്നും കാട്ടുപോത്ത ജനവാസ മേഖലയിലേക്കും എന്തിനേറെ പറയണം ബഡ് സ്കൂള്, അംഗൻവാടി സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന കുളത്തൂപ്പുഴയിലെ ESM കോളനി ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേ രാവിലെ 8 മണിയോടുകൂടിയാണ് 8ഓളം വരുന്ന കാട്ടുപോത്തുകൾ ഈ മേഖലയിലേക്ക് എത്തിയത്. തുടർന്ന് ജനങ്ങളുടെ ഏറെ ഭീതി ഉണ്ടാവുകയും ദൈനംദിനം ഈ കാഴ്ച തുടരുകയാണ്. അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടുന്ന വനം വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ട ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള വേലികൾ സ്ഥാപിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഇടപെട്ട് ബഡ് സ്കൂളിലെയും അംഗൻവാടിയിലെയും സ്കൂളിലെയും കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ സ്ഥലത്തോട് ചേർന്നുള്ള തൊട്ടടുത്ത ആറ്റിൽ കടുവയുടെ ജഡം കണ്ടെത്തിയത്. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിനാൽ ഈ മേഖലയിലെ കർഷകരും ഏറെ ആശങ്കയിലാണ്. കുളത്തൂപ്പുഴയിൽ കാട്ടാനയുടെയും കാട്ടുപോത്തിന്റെയും ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇനിയെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും പൊതുജനത്തെ രക്ഷിക്കാൻ വനം വകുപ്പ് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും അടക്കമുള്ളവർക്ക് പറയാനുള്ളത്. ഈ കുളത്തൂപ്പുഴ ESM കോളനി പ്രദേശത്ത് നിരന്തരമായി ഇപ്പൊ വന്യമൃഗശല്യം ഭയങ്കരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഭീതി ആർജിക്കുന്നത് എന്ന് പറയുന്നത് കാട്ടുപോത്തിന്റെ ശല്യമാണ്. ഇതിനോടനുബന്ധിച്ച് നമുക്കിവിടെ കുളത്തൂപ്പുഴ LP സ്കൂളുണ്ട്, ബഡ് സ്കൂളുണ്ട്, അംഗൻവാടിയുണ്ട്, KLD ബോർഡുണ്ട്. ഈ പ്രദേശത്തേക്ക് ഏത് സമയവും രാത്രി ഉൾപ്പെടെ ഏത് സമയവും തൊഴിലാളികൾ ഉൾപ്പെടെ പോകുന്ന, കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന ഒരു പ്രദേശവും കൂടാണ്. അപ്പൊ ഈ കാട്ടുപോത്തിന്റെ ഭീഷണി ഒരു വല്ലാത്ത രീതിയിലേക്ക് കടന്നു വന്നിരിക്കുക. പകൽ സമയത്ത് പോലും ജനങ്ങൾക്ക് സ്വൈരമായി സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ കാട്ടുപോത്തിന്റെ ശല്യം വളരെ നല്ല രീതിയിൽ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനപ്പുറത്ത് ആ മെഡിസിൻ പ്ലാന്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ, മെഡിസിൻ പ്ലാന്റേഷൻ ഉദ്ദേശിക്കുന്നത് ഫോറസ്റ്റ് വനമേഖലയാണ്. ആ വനമേഖലയിൽ നിന്ന് ഈ വന്യമൃഗം ഇങ്ങോട്ട് വരാതിരിക്കാൻ വനവകുപ്പ് അടിയന്തരമായി ഫെൻസിങ് ഇടുകയോ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് കർഷക സംഘം എന്ന സംഘടനയ്ക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇവിടെ കാട്ടുപോത്തിന്റെ വലിയ ശല്യക. രാവിലെയൊക്കെ പിന്നെ അപ്പുറത്ത് നമ്മുടെ സഖാവ് പുന്നമ്മൂടൻ ഷിബുവും ഒക്കെ വന്ന് ഓടിച്ചു കളഞ്ഞത്. വെളുപ്പിനെ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ഇങ്ങനെ ഈ ഭിത്തിയുടെ തൊട്ടപ്പുറത്ത് നിന്ന് ഇവിടെ പാചകക്കാരൊക്കെ ഉണ്ടായിരുന്നേ. ബഡ് സ്കൂളിൽ കുട്ടികൾക്ക് പാചകം ചെയ്യാൻ വേണ്ടി വന്ന അവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെ കിടന്ന് വിളിയും ബഹളമൊക്കെ ആയി. അങ്ങനെ നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം കൂടെ ഓടി വന്നാണ് ഇവരെ ഇവിടെ നിന്ന് തുരുത്തി ഓടിച്ചത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് റൗണ്ട് ചെയ്ത് അപ്പുറം വഴിയും ഒക്കെ ഇനി വന്നു. വലിയ ശല്യം, ഒരാഴ്ച കൊണ്ട് സ്ഥിരമായി ഇതൊരു ശല്യമായി മാറിയിരിക്കുക. ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. കാരണം ഇത് ഇങ്ങനെ ആയി കഴിയുമ്പോഴേ ഇവിടെ അടുത്ത അംഗൻവാടി, സ്കൂള്, ബഡ് സ്കൂള് ഇങ്ങനെ തുടങ്ങുന്ന വിദ്യാലയങ്ങളൊക്കെയാ. അപ്പോൾ അതിനൊരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. കേരളത്തിന് ന്യൂസ് കുളത്തൂപ്പുഴ.